വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ ഏത് ആഗ്രഹമാണ് ഉടൻ മാനിഫെസ്റ്റ് ആകാൻ പോകുന്നത് എന്നുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ അതൊന്നും അറിയാത്ത ആൾക്കാരുണ്ടാവാം, മനസ്സിൽ വെറും ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് ഏത് ആൾക്കാരാണെങ്കിലും, ഇത് കാണുന്നവർ ആരാണെങ്കിലും, നിങ്ങളുടെ ഏത് ആഗ്രഹമാണ് ഉടൻ മാനിഫെസ്റ്റ് ആകാൻ പോകുന്നത്, നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. കാർഡ്സ് നോക്കാം. കറേജ്, ക്രിയേറ്റിവിറ്റി, ട്രാവലിംഗ്, laziness, exhaustion, comparison creator, projection, the rebel, mind, ordinaries, suppression, ന്യൂ വിഷൻ. ബോട്ടം ഓഫ് ദ ഡെക്ക് കോൺഷ്യസ്നെസ് ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. നിങ്ങളുടെ ഏത് ആഗ്രഹമാണ് ഉടൻ മാനിഫെസ്റ്റ് ആകാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഇൻസിഡൻസ് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്തായാലും നിങ്ങൾ കുറച്ച് ഡൗൺ ആയി പോകുന്ന രീതിയിൽ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് റിക്കവർ ആകാൻ പറ്റാത്തൊരു കാര്യം ആണ് അതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതിൽ നിന്നാണ് നിങ്ങൾ റിക്കവർ ആകാൻ പോകുന്നത് എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് ആഗ്രഹം ഉണ്ടാവും, നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കുന്നതായിരിക്കാം ഇതിൽ നിന്നൊന്ന് റിക്കവറായിട്ട് വരാൻ വേണ്ടിയിട്ട്. അത് മാനിഫെസ്റ്റ് ആകാൻ പോകുന്നു എന്നുള്ളതാണ്. അത് മാനിഫെസ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഉള്ളിലെ ഒരു ക്രിയേറ്റീവ് എനർജി ഉണരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു സമയം നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഇഷ്ടമുള്ള പ്ലേസിലേക്കൊക്കെ പോകാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലേസിൽ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ഏതെങ്കിലും പ്ലേസിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് എവിടെയോ ആകാം, അത് മാനിഫെസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് വരാനുള്ള കാരണം നിങ്ങളുടെ എനർജി പ്രപഞ്ചവുമായിട്ട് ഒരു അലൈൻമെൻറ്റിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റീവ് എനർജി ഉണരുമ്പോൾ, ക്രിയേറ്റീവ് എനർജി എന്ന് പറയുന്നത് ഫ്ലോ ആണ്. ആ ഫ്ലോ അങ്ങോട്ട് നടക്കുമ്പം വളരെ ഫ്ലോ ആയിട്ടുള്ളൊരു ട്രാവലിംഗ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രാവലിംഗ് ആയിരിക്കും അത് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത്ര വരെ നിങ്ങൾ ഏതൊക്കെ ചട്ടക്കൂടിനുള്ളിലാണോ അതൊക്കെ ഒരു പൊളിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളായി മാറിയിട്ട് കംപ്ലീറ്റ് ഒരു എൻജോയ്മെൻറ്റിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. എല്ലാറ്റിനെയും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാറ്റിനെയും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഒരുപാട് കാലമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ടച്ചബിളായിട്ട് വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് തൊട്ടറിയാൻ പറ്റും പാകത്തിന് അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന ആഗ്രഹം, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ഒരു യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആ യാത്ര വഴി നിങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ലേസിനെസ് അത് മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും മടി കൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന റിബൽ വന്നിട്ടുണ്ട്, മൈൻഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മൈൻഡിൽ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ടാവാം. ആ ഒരു കോൺഫ്ലിക്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ഈ യാത്ര കൊണ്ട് ഉണ്ടാവുന്ന ഒരു ബെനഫിറ്റാണ്. അതായത് യാത്ര പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് ഫ്രീ ആവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഫ്രീ ആകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ മൈൻഡിൽ ഉണ്ടാവുന്ന ഒരു കോൺഫ്ലിക്റ്റ് അത് മാറിക്കിട്ടുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ റിബൽ എന്ന് പറഞ്ഞിട്ടൊരു കാർഡും കൂടി വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഉള്ളിൽ
എപ്പോഴും ചെയ്യണം ചെയ്യണം തോന്നുന്ന അണയാതെ ഇങ്ങനെ ആളിക്കത്തുന്ന പോലുള്ള ഒരാഗ്രഹം ഉണ്ടാകും. അത് എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ ഒരുപാട് തടസ്സങ്ങൾ അതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ തടുത്ത് നിൽക്കുന്ന എന്തൊക്കെയോ തടസ്സങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതൊക്കെ മാറുന്നതായിട്ടും കൂടി കാണിക്കുന്നുണ്ട്. ഇത് മാറുന്നത് നിങ്ങൾ ആ ട്രാവലിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്, എല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ബോഡിയും മൈൻഡും സ്പിരിറ്റും എല്ലാം ഓപ്പൺ ആവുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതാണ് ഇവിടെ ക്രിയേറ്റിവിറ്റിയും ട്രാവലിങ്ങും ഒരുമിച്ച് വന്നിരിക്കുന്നത്. അതായത് ഈ ട്രാവലിങ്ങിലൂടെ നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി വളരെ സ്മൂത്തായിട്ട് വരുന്നുണ്ട്. ആ ഫ്ലോ അവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ഫ്ലോ കറക്റ്റ് ആകുമ്പോൾ നിങ്ങളുടെ പുറത്തുള്ള ലൈഫിൻ്റെ ഫ്ലോ കറക്റ്റ് ആകും. അങ്ങനെയാണ് ഈ കറേജ് വരുന്നത്. അതായത് നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ നിന്നും റിക്കവറായിട്ട് പുതിയൊരു ലൈഫിൻ്റെ ഒരു ഉണർവ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ച ഒരുപാട് കാര്യങ്ങളും കൂടി നിങ്ങൾ പുറത്തോട്ടേക്ക് കൊണ്ടുവന്ന് അതൊക്കെ ഒരു പുതിയൊരു തലത്തിൽ നിന്നിട്ട് നിങ്ങൾക്ക് നോക്കിക്കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അത്ര വരെ കണ്ട ആ കണ്ണിലൂടെ അല്ല നിങ്ങൾ കാണുന്നത്. ആ കണ്ണിലൂടെ അല്ല എന്ന് മീൻസ് നിങ്ങൾ കണ്ടിരുന്ന ഇത്രയും കാലം ഒരു കാര്യത്തെ നിങ്ങൾ സമീപിച്ചിരുന്ന ആ ഒരു വ്യൂ പോയിന്റിലല്ല നിങ്ങൾ കാണാൻ പോകുന്നത്. അത് മറ്റൊരു വേർഷനിൽ നിങ്ങൾ കാണാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരു കാര്യം പലതരത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ ഒരു കാര്യത്തെ കാണുമ്പം അവിടെ നമ്മൾ ആ കാര്യത്തെ വിലയിരുത്തിയിട്ടാണ് നമ്മളത് എങ്ങനെ ഡീൽ ചെയ്യണം, അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് എന്ത് ഇൻസിഡൻ്റ് ആണെങ്കിലോ വ്യക്തിയാണെങ്കിലോ എന്താണെങ്കിലും. പക്ഷേ ആ ഒരു ഇതൊക്കെ മാറിയിട്ട് നിങ്ങൾ മറ്റൊരു കണ്ണിലൂടെ നിങ്ങളുടെ കാഴ്ചപ്പാട് കംപ്ലീറ്റ് മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ന്യൂ വിഷൻ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആ സപ്രസ് ചെയ്ത് വെച്ച ഇതുവരെയും ചെയ്യാൻ മടിച്ച് നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ച അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ മടിച്ച് നിൽക്കുന്ന പല ഫീലിങ്സും നിങ്ങൾക്ക് ഓപ്പണായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, കാണിക്കാൻ പറ്റും. അതൊന്ന് ഓപ്പണാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് നിങ്ങളുടെ ഈ കാഴ്ചപ്പാടിൽ വരുന്ന മാറ്റം കൊണ്ടാണ്. പല അസംഷനും പല കണ്ടീഷനിങ്ങിലും പെട്ട് കിടക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ. അപ്പോൾ അതൊക്കെ മാറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിലേക്ക് വരുന്നുണ്ട്. അതാണ് ഇവിടെ ബോട്ടം ഓഫ് ഇതിനകത്ത് കോൺഷ്യസ്നെസ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ബോധവുമായിട്ട് കണക്റ്റ് ആവുന്നത്. അത്ര വരെയും നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് മൈൻഡ് ആയിരിക്കാം. ഇവിടെ കണ്ടോ, ആ മൈൻഡും റിബലും ഒരുമിച്ച് വരാനുള്ള കാരണം തന്നെ നിങ്ങൾ ആ മൈൻഡിലാണ് ഉള്ളത്. ഈ മൈൻഡ് വർക്ക് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് അവിടെ ഒരുപാട് തടസ്സങ്ങളാണ്. മൈൻഡ് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് സൊസൈറ്റി റൂൾസ് ഉണ്ടാകും, വീട്ടിലെ റൂൾസ് ഉണ്ടാകും. ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ഇതൊക്കെയാണ് മൈൻഡ് ചെറുപ്പം മുതലേ മൈൻഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് മാത്രമേ മൈൻഡ് നിങ്ങളെ എല്ലാറ്റിൽ നിന്നും തടുത്ത് നിൽക്കും. അത് വെച്ചിട്ട് മാത്രമാണ് മൈൻഡ് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ ഇത് മാറിയിട്ട് നിങ്ങളുടെ മൈൻഡ് അവിടെ പ്രവർത്തനരഹിതമാകുന്നുണ്ട്. എന്നിട്ട് ഈ കോൺഷ്യസ്നെസ്സിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ബോധം വികസിക്കുന്നുണ്ട്. ഈ ബോധം വികസിക്കുമ്പോഴാണ് നിങ്ങളിൽ ഈ വരുന്ന ചേഞ്ചൊക്കെ. അപ്പോൾ ഉടൻ നിങ്ങളുടെ ഏതാഗ്രഹമാണ് മാനിഫെസ്റ്റ് ആകാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കുള്ള യാത്രയായിട്ടാണ് കാണിക്കുന്നത്. ആ യാത്രയിലൂടെ നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നതായിട്ട്, നിങ്ങളുടെ ബോഡി വൈസ് ആണെങ്കിലോ സ്പിരിറ്റ് വൈസ് ആണെങ്കിലോ അല്ലെങ്കിൽ മൈൻഡ് ആണെങ്കിലോ എല്ലാറ്റിലും ഒരു പുതിയൊരു ഉണർവ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട്. ആ ഉണർവിലൂടെ നിങ്ങളുടെ ഹോൾ ലൈഫ് ചേഞ്ച് ആവുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കാഴ്ചപ്പാട് ചേഞ്ച് ആവുന്നുണ്ട്. സപ്രസ്ഡ് ഇമോഷനൊക്കെ പുറത്തോട്ടേക്ക് വരുന്നുണ്ട്. ഇതുവഴി നിങ്ങൾക്ക് പ്രൊജക്ഷനാണ് ഉണ്ടാവുന്നത്. അതായത് പ്രൊജക്ഷൻ എന്ന് പറയുമ്പം നിങ്ങളുടെ ഉള്ളിലെ കാര്യം തന്നെയാണ് നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ എന്താണോ നടക്കുന്നത് അത് തന്നെയാണ് നമ്മൾ പുറത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന നമ്മുടെ ലൈഫ്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ലൈഫും പോസിറ്റിവിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും എവിടെയെങ്കിലും പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക. ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.